നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയുന്ന കാര്യം കേൾക്കും മുന്നേ എന്നെക്കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കുക. എന്നെ കോളേജിലെ കാലം മുതലേ കൂട്ടുകാർ കളിയാക്കി വിളിക്കുമായിരുന്നു ഡൗട്ടീന്ന്. അങ്ങനെ വിളിക്കാൻ കാരണം ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പറയും 1+1 2. എക്സാമ്പിൾ പറയുകയാണേ. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിക്കും, ടീച്ചറെ അതെന്തുകൊണ്ട് 2 ആയത്? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിലൊരു ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കി അവിടെ ചോദിച്ചിരിക്കും. അതെന്തുകൊണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ആ ക്വസ്റ്റ്യൻസ് വരുന്നത് എൻ്റെ മൈൻഡിൽ. പക്ഷേ എൻജിനീയറിങ് പഠിക്കുന്ന കാലത്തും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ എണീറ്റിരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. സംടൈം അതൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു, സംടൈം അതൊരു ഉപകാരമായിരുന്നു. അപ്പോൾ എന്തായാലും പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം ഞാൻ അനുഭവിച്ച ആസ് എ ടീച്ചർ. ഞാൻ കോളേജിലെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് എന്നോട് ആരും ഞാൻ ചോദിച്ചോടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ലേ. ചിലപ്പോൾ തോന്നുമായിരുന്നു ആളുകൾ ചിലരൊക്കെ ചോദിക്കും കുട്ടികൾ, എങ്കിലും ഞാൻ ചോദിക്കുന്ന ലെവലിൽ കറക്കുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ആരും ചോദിക്കുന്നില്ലല്ലോ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. എനിവേ, ഇന്ന് ടോപ്പിക് അതൊന്നും അല്ല പറഞ്ഞു വന്നത്. ഞാനിവിടെ ഒരു നാട്ടിൻപുറത്താണ് ജീവിച്ചത്, വളർന്നത്. അപ്പം ഞാൻ പൊതുവേ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ, എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ള അഭിപ്രായങ്ങൾ ഇതിന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിൻപുറത്ത് ആളുകൾ തമ്മിൽ അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും കാര്യം മതി. അപ്പോൾ അങ്ങനെ അടി ഉണ്ടാക്കുന്ന ആളുകൾ അപ്പം ഒരു പൊതുസ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ തമ്മിൽ അടി ഉണ്ടാക്കാനുള്ളവരാണെങ്കിൽ. അപ്പോൾ അവർക്ക് തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ ഒരു നാണക്കേടോ കാര്യങ്ങളോ ഒന്നും തോന്നാറില്ല. അതേസമയം അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ തമ്മിൽ ഒന്ന് ഹഗ് ചെയ്യാൻ, അതായത് ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും നാണക്കേടാണ്. ഈ കാര്യം ഞാൻ എന്താ കാരണം എന്നുള്ളത് ഞാനും ആലോചിച്ചിട്ടുണ്ട്. എന്തുവാന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. നമ്മൾ കെട്ടിപ്പിടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കാം, നമ്മളുടെ സുഹൃത്തുക്കളെ കെട്ടിപ്പിടിക്കാം, നമ്മളുടെ പാരൻസിനെ കെട്ടിപ്പിടിക്കാം, നമ്മുടെ പാർട്ട്ണറിനെ കെട്ടിപ്പിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഹഗ് ചെയ്യുന്നത് മൂലം നമ്മളുടെ ശരീരത്ത് ഓക്സിറ്റോസിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ശരീരത്തിനും അത് മാനസികമായിട്ട് ശാരീരികമായിട്ട് നമുക്ക് നല്ലതാണ്. ഒരാളെ ഡിപ്രഷൻ പിടിച്ച് അയാൾ ചത്തുപോയി കഴിഞ്ഞാൽ, ചത്തുപോകുക ഇൻ ദ സെൻസ് ഡിപ്രഷൻ വരുമ്പോൾ പലരും പല എക്സ്ട്രീമിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. അവർ ചിലപ്പം എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് ആളുകൾ പറയും, അയ്യോ അവ എന്തിനാ അങ്ങനെ ചെയ്തത്. അവരുടെ മെൻ്റൽ സ്റ്റേജ് നമ്മൾ അറിയുന്നില്ല. ഏത് കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ പലരെയും അറിയാൻ ശ്രമിക്കുന്നില്ല. അത്രയും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും അടുപ്പം തോന്നുന്ന കൂട്ടുകാരെ, അത് പൊതുസ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷം ഷെയർ ചെയ്യാനായിട്ട്, ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് നോക്കൂ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ അവരിലോ അല്ലെങ്കിൽ നിങ്ങളിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ചോദിച്ച സംശയത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളെ, അതായത് നമ്മുടെ ഇവിടെ ഉള്ള ആളുകൾക്ക്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് ബാക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ കഴിയുമായിരിക്കും, ബട്ട് എന്തുകൊണ്ട് അവരെ ഹഗ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല? സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കൂ. ബൈ.